സീറോ മലബാർ സിനഡും മാർപ്പാപ്പയും അംഗീകരിച്ച കുർബാന ക്രമത്തിൽ സമവായം കൊണ്ടുവന്ന് കത്തോലിക്ക സഭയെ വഞ്ചിച്ച തട്ടിലും പാമ്പ്ലാനി വിശ്വാസികളോട് മാപ്പ് തന്നെ പറയണം. സഭയുടെ കുർബാനയെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് അപമാനിച്ച ഈ രണ്ട് മെത്രാന്മാർ സഭയിൽ തുടരാൻ പാടില്ല. സഭാ നിയമങ്ങൾ കാറ്റിൽ പറത്തി കർദിനാൾമാരെയും വിശ്വാസികളെയും ആക്ഷേപിച്ച അപമാനിച്ച ഈ രണ്ട് മെത്രോപൊലിത്തന്മാരും രാജിവെക്കുക തന്നെ വേണം. സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മറ്റുള്ള 34 രൂപതകളെ വിഡ്ഢികളാക്കുകയാണ്. ഇത്തരം മേജർ ആർച്ച് ബിഷപ്പ് മാർ സ്വയം രാജിവെച്ച് പുറത്തേക്ക് പോകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സഭയെ പൊതുജന മധ്യത്തിൽ അപമാനിച്ച വൈദികരെ ചേർത്ത് പിടിക്കുന്ന തട്ടിൽ മെത്രാൻ സഭയുടെ നിയമങ്ങൾ ലംഘിക്കുകയാണ്. ഇത്തരം മെത്രാന്മാർ സഭകൾക്ക് ഭാരം തന്നെയാണ്. സീറോ മലബാർ സിനഡ് അംഗീകരിക്കാത്ത പല കാര്യങ്ങളും തട്ടിലും പാമ്പ്ലാനിയും ചേർന്നുകൊണ്ട് നടത്തി വരികയാണ്. സമവായ കുർബാന അംഗീകരിച്ച സീറോ മലബാർ സിനഡിന്റെ രേഖകൾ തട്ടിൽ പുറത്തുവിടുക തന്നെ വേണം. സീറോ മലബാർ സഭയ്ക്ക് ഒരു കുർബാന ക്രമമേ ഉള്ളൂ. അത് ഏകീകൃത കുർബാന ക്രമമാണ്. മാർ റാഫേൽ തട്ടിൽ രാജിവെക്കുക തന്നെ വേണം. മാർ ജോസഫ് പാമ്പ്ലാനി സഭ പുറത്താക്കുക തന്നെ വേണം. ഇത്രയും കാലം ബിഷപ്പ് റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയെ വഞ്ചിക്കുകയായിരുന്നു. കുർബാന ക്രമം സ്വയം അട്ടിമറിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവ് തട്ടിലിനോട് ഒരിക്കലും പൊറുക്കുകയില്ല.